ഹലോ, ഡോക്ടർ ആഷിഖാണ് ഡോപ്ലൈന്നാണ്. ഇന്നലെ വൈകുന്നേരം ഞാൻ ട്രാവലിംഗ് ആയിരുന്നു. അപ്പോൾ ആക്ച്വലി പെരുന്നാൾ നിങ്ങൾക്കറിയാലോ വെക്കേഷൻ, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഇതൊക്കെ കഴിഞ്ഞിട്ട് ട്രാവലിംഗില് ഓൺ ദ വേ ബാക്കിൽ എനിക്കിങ്ങനെ കുറേ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കോളുകളുടെയൊക്കെ ഒരു അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നു. അതിന്റെ ബേസിസിൽ എന്തായിരിക്കും അതിന്റെ പോസിബിലിറ്റി എന്നുള്ള രൂപത്തിലാണ് ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ വെറീഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹ് എന്താ പറയാ, സാർ എനിക്ക് 708 മാർക്കുണ്ട് സീരിയസ്ലി. 708 മാർക്കുണ്ട്. അപ്പോ ഞാൻ ഇനി ഒരു എക്സാമും കൂടി എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടില്ല സാർ, എനിക്ക് പേടിയാവുന്നു. 695 മാർക്കുണ്ട്, എനിക്ക് പേടിയാവുന്നു. 680 മാർക്കുണ്ട്, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുള്ള ടോപ്പേഴ്സിന്റെ എണ്ണം അത് ഒരുപാട് ആളുകളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്താ വെച്ചാൽ എനിക്ക് വന്നതൊരു 4 കോളുകളാട്ടോ, ഏകദേശം 660ന് മുകളിലേക്കുള്ള പേരൻസിന്റെയും കുട്ടികളുടെ ഒരു 4 ആളുകളുടെ കോളുകൾ. ഇത് വൈകുന്നേരം കുറച്ച് സമയം കൊണ്ടാ വന്നേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാനൊരു ബ്രേക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു. വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. നമ്മള് പഠിച്ചെത്തിയ കുട്ടികൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. അഥവാ റീനീറ്റ് വന്നാൽ, വാക്ക് അത് തന്നെയായിരുന്നു. അഥവാ റീനീറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ഒരു 10, 35 ദിവസത്തെ കാര്യങ്ങൾ മതി. നമുക്കൊരു ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ഓർഗനൈസ് ചെയ്യാം. ഒരു 35 ദിവസം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെയിം എഫക്റ്റ് ഉള്ള റാങ്കുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ പേടിക്കേണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തത്. അപ്പോ അതിന്റെ അടിയിൽ കുറേ അധികം കമന്റുകൾ, അത് ആക്ച്വലി അത് ഞാൻ വീഡിയോ പെട്ടെന്ന് പബ്ലിഷ് ചെയ്തിട്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞാൻ യൂഷ്വലി ഇരിക്കുന്ന ഒരു സ്റ്റുഡിയോ ആംബിയൻസിലോ ഒരു വിസിബിലിറ്റി ഉള്ള ഒരു സ്ഥലത്തോ ലൈറ്റിംഗ് പ്രോപ്പർ ആക്കിയിട്ടോ ഒന്നും അല്ല ഇരിക്കുന്നത്. അത് ജസ്റ്റ് പെട്ടെന്ന് ഇരുന്നിട്ട് ഷൂട്ട് ചെയ്തിരുന്ന ഒരു വീഡിയോസ് ആണ്. ബേസിക്കലി എന്റെ ഇന്റൻഷൻ ഈസ് ലൈക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ഇനി അഥവാ ഒരു റീനീറ്റ് എന്നുള്ള ഒരു പോസിബിലിറ്റി വരികയാണെങ്കിൽ ഞാൻ എന്റെ പേഴ്സണൽ ഒരു ഫീലിംഗ് ഞാൻ പറയാം. എന്റെ ആദ്യത്തെ തന്നെ റിയാക്ഷൻസിൽ ഇത് തുടക്കം മുതൽ തന്നെ ഈ ഒരു കേസിനെ ഫോളോ ചെയ്യും. ഇതിന്റെ ഒരു ആക്ഷൻ കൗൺസിൽ എല്ലാ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളും. കേരളത്തിലുള്ള പ്രമുഖമായിട്ടുള്ള എല്ലാ എൻട്രൻസ് കോച്ചിങ് സെന്ററും ഉണ്ട്. ഒന്നോ രണ്ടോ സെന്ററുകൾ അവരുടെ പേഴ്സണൽ താല്പര്യങ്ങളിലായിരിക്കാം വിട്ടു നിൽക്കുന്നുണ്ടെന്നല്ലാതെ ബാക്കി എല്ലാവരും ഏകോപിപ്പിച്ച് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനും കേസ് കൊടുക്കാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് മുന്നിൽ നിന്ന് പോയതാ. അപ്പൊ തുടക്കത്തില് ഐ നെവർ ബിലീവ് ദാറ്റ് ദെയർ വിൽ ബി എ റീനീറ്റ് എന്ന് പറഞ്ഞ ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം അത് എങ്ങനെയും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ആണെങ്കിലും എൻ.ടി ആണെങ്കിലും ബാക്കി ആൾക്കാരാണെങ്കിലും നോക്കുക. അത് എൻ.ടിയുടെ ഗൂഢ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നല്ല ഞാൻ പറയാ. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര എഫേർട്ട് ഉള്ള സാധനമാണ്. 599 സെന്ററുകൾ, ഏകദേശം 600 സെന്ററിലാണ് എന്ത് നടന്നിട്ടുള്ളത്, നീറ്റ് എക്സാം നടന്നിട്ടുള്ളത്. അത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഏകദേശം ഒരു 200, 250 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വേണ്ട. അത്രയും ഓർഗനൈസേഷണൽ പവറും സ്കില്ലും കാണിക്കേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് രണ്ടാമതൊരു എക്സാം നടത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി വളരെ ഡിഫിക്കൽട്ടാണ്. വളരെ ഡിഫിക്കൽട്ടാണ്. നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല, വളരെ വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ കോടതിയാണെങ്കിലും ബാക്കി ആൾക്കാരാണെങ്കിലും പരമാവധി എക്സാം ഒഴിവാക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ റീസെന്റ്ലി 2, 3 കേസുകളൊക്കെ വന്ന സമയത്ത് എല്ലാവർക്കും തോന്നുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തോട്ട് വരികയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം ഞാന് ആ ഒരു സാധനത്തില് എനിക്ക് കുട്ടികളോട് പറയാനുള്ള കാര്യം ഇതാണ്. അഥവാ ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ വെരി ഡിഫിക്കൽട്ട് തിങ് ടു ക്രാക്ക്. നമുക്കൊന്ന് ഒന്നുകൂടെ ഓർഗനൈസ് ചെയ്തിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നലത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പൊ അതിന്റെ ഇടയിൽ വന്ന കുറെ കമന്റ്സും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ വളരെ മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് കിട്ടിക്കൊടുക്കുന്നത്. അതായത് എല്ലാ തരത്തിലുള്ള റെസ്പോൺസുകളുണ്ട്. സോ ഞാൻ കുറച്ച് കമന്റുകൾ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് കമന്റ്സിനെ റിയാക്ട് ചെയ്ത് നോക്കുക എന്നുള്ള കാര്യം. സോ എനിക്ക് കിട്ടുന്ന കുറച്ച് കമന്റുകൾ സാധനങ്ങൾ വെച്ച് തരാം. സോ ഫസ്റ്റ് ഇത് ഞാനൊരു റാൻഡം ആയിട്ട് എന്റെ മൊബൈലിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെച്ചിട്ടുള്ള കമന്റുകൾ കേട്ടോ. സോ ഫസ്റ്റത്തെ കമന്റ്, താങ്ക് യു ഫോർ സ്റ്റാർട്ടിങ് വിത്ത് അസ്. ഇറ്റ് ഈസ് ഹാർഡ് ടു അക്സെപ്റ്റ് ബട്ട് ഇറ്റ് ഈസ് ഓക്കെ. ഡു മോർ ഹെൽപ്ഫുൾ വീഡിയോസ് ഇൻക്ലൂഡിംഗ് റിവിഷൻ ആൻഡ് ഫിസിക്സ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. അതായത് പോസിറ്റീവായിട്ട്, അതായത് സാർ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ കൂടുതൽ വീഡിയോസും സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ റെഗുലർ ആയിട്ട്. അപ്പോൾ ഈ കുട്ടി ഹാർഡാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ കണ്ട ഒരു 100, 120 കമന്റുകളിൽ ഒരു 10% കമന്റുകൾ മാത്രമേ ഉള്ളൂ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇനി അഥവാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു തുടങ്ങണം എന്നുള്ള രൂപത്തിൽ വന്നത്. ബാക്കി കമന്റുകൾ പേരൻസും കുട്ടികളും നീറ്റായിട്ട് ബന്ധമില്ലാത്ത ആളുകളും വരെ കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. സോ ജസ്റ്റ് ഓരോരോ സാധനങ്ങളായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇത് ലൈക്ക് ഞാൻ അവരുടെ പേഴ്സണാലിറ്റി അത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അത് മനഃപൂർവ്വം ആ സ്ക്രീൻഷോട്ടിൽ അത്രയും കിട്ടിയതാണ്. നിങ്ങൾ ഇന്ത്യയിലെ പൗരനാണ്, അതുപോലെ തന്നെ ഡോപ്പയിലെ ഒരു അധ്യാപകനാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് പിടിച്ച ഒരു കുട്ടിക്ക് പോലും ആശ്വാസം നൽകുന്ന ഒരു വാക്ക് പോലും കേൾക്കാൻ കഴിയുന്നില്ല. ക്യാപ്ഷനിൽ വരെ റീനീറ്റ് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ബേസിക്കലി ഇതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീനീറ്റ് എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിയാവും. ഭയങ്കര ടെൻഷനാവും. അയ്യോ എനിക്ക് മാർക്ക് കിട്ടിയിട്ട് ഇനി എഴുതേണ്ടി വന്നാൽ ഞാൻ എന്തായി പോകും എന്നുള്ള രൂപത്തിലാണ്. പക്ഷേ ബേസിക്കലി ഐ വാണ്ട് ടു ടെൽ യു സംതിങ് വെരി ഇമ്പോർട്ടന്റ്. കാരണം അങ്ങനെ ഒരു സാധനം വന്നാൽ എന്നുള്ളൊരു പോസിബിലിറ്റി നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ വേറെ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സാധനം, ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പെരുമാറുക എന്നുള്ളതാണ് ഒരു ഡോക്ടർ എന്നല്ല, ഒരാളുടെ ഏറ്റവും വലിയൊരു സാധനം. ഇപ്പോ
ഞാനല്ല കോടതി. അപ്പോൾ അടിയിൽ മറ്റേ സാധനം ഉണ്ടല്ലോ, നീയാണല്ലോ കോടതി. ഞാനല്ല കോടതി, ഞാനല്ല ഇത് കണ്ടുപിടിക്കേണ്ട ആള്. ഞാൻ ഈ ഒരു സാധനത്തിനെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരാളെന്ന് മാത്രമാണ്. ഞാന് വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ സംഗതികളും കേൾക്കുന്ന സമയത്ത് അപ്പോൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുക എന്നുള്ളത് പോലെയല്ല. നമ്മൾ ആ ഒരു സാധനത്തിനെ പറ്റി പഠിച്ച് അതിലെന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കാനുള്ളത്, നടക്കാൻ സാധ്യതയുള്ളത്, അത് ഞാൻ മാത്രമല്ല കേട്ടോ. അതിന് ഡിഫറന്റ് ആയിട്ടുള്ള വീഡിയോസ്, ഡിഫറന്റ് ആയിട്ടുള്ള ന്യൂസുകൾ, കോടതിയിലുള്ള ജഡ്ജ്മെന്റുകൾ, ബാക്കി ആളുകൾ, ആ ഒരു ഫീൽഡിലുള്ള എക്സ്പെർട്ടുകൾ, ഇവരോടൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങളിലേക്ക് ഒരു വാർത്ത എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ അതിനകത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കുക. ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും, നീറ്റിന് പഠിക്കുന്ന സമയത്താണെങ്കിലും ആശ്വസിപ്പിക്കുക. ആശ്വസിപ്പിക്കലല്ല. വി ഹാവ് ടു റിവീൽ ദ ഫാക്ട്സ്. കൃത്യമായിട്ട് ഫാക്റ്റുകൾ വെച്ചിട്ട്, ഫാക്ട് ബേസ് ചെയ്തിട്ട് ഇമോഷൻസിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് പെരുമാറാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് ഡെഫിനിറ്റ്ലി എനിക്ക് തോന്നുന്നത്. നല്ല അത്യാവശ്യം മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുടെ അമ്മ ആവാനാണ് സാധ്യത എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളെ ആശ്വസിപ്പിക്കണം എന്നുള്ള രൂപത്തില. കുട്ടികളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് റീനീറ്റ് എന്ന് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ റീനീറ്റ് നടന്നാൽ ഇങ്ങനെയൊക്കെ ആവും എന്നുള്ളതാണ്. ആൻഡ് ഡെഫിനിറ്റ്ലി ഞാൻ പറയാം, നിങ്ങൾക്ക് ആശ്വാസം തരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീനീറ്റ് നടന്നാൽ നമുക്കൊരു ഒരു 10, 35, 40 ദിവസത്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവും. ഈ 40 ദിവസം നമ്മൾ ഒന്നുകൂടി മെനക്കെട്ടിരുന്നിട്ട് നമുക്ക് ഈ സാധനം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്ലിയർ ആയിട്ട് ക്ലിയർ ചെയ്തെടുത്ത് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെ എന്ത് എംബിബിഎസ് കയറുമ്പോഴാണ് കുഹാസ് ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും എനിക്ക് തോന്നുന്നത് എംബിബിഎസ് പഠിക്കുന്ന ആരെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ പറയും ക്യാൻസൽ ആക്കുന്നു, ചിലപ്പോൾ പറയും അല്ലാന്ന്. ഇനി അങ്ങോട്ട് പിന്നെന്താ പറയുക, ഫുൾ ഇങ്ങനെയാണ്, ഇനി അങ്ങോട്ട് ഫുൾ ഇങ്ങനെയാണ്. എന്ത് ഡിസിഷൻ ആയാലും അക്സെപ്റ്റ് ചെയ്യുക. കമന്റ് ബോക്സിൽ ബാക്കിയുള്ളവരെ കളിയാക്കിയോ അടി കൂടിയോ ഒന്നും വേണ്ട. അത് ഒന്നുമല്ലേ, നമ്മൾ ഡോക്ടർ ആവാൻ പോകുന്നവരല്ലേ, കുറച്ചെങ്കിലും മെച്യൂരിറ്റി കാണിച്ചുകൂടെ? എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ ധൈര്യം വേണം. ഇനി അങ്ങോട്ട് ഫുൾ ഇങ്ങനെയാണ് പോസിബിളി. ഇത് എനിക്ക് തോന്നുന്നത് ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആവാനാണ് സാധ്യത മിക്കവാറും. കാരണം എന്താണെന്ന് വെച്ചാൽ, ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അൺസർട്ടനിറ്റീസ് വരാന്നുള്ളത് ഇറ്റ്സ് ലൈക്ക് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ്. എസ്പെഷ്യലി മെഡിക്കൽ ലൈഫിൽ, ഒരു മെഡിക്കൽ സ്റ്റുഡന്റിന്റെ ഡോക്ടർ ലൈഫിൽ എപ്പോഴും വരുന്ന സാധനമാണ്. നിങ്ങൾക്കറിയോ, ഈ NBE നടത്തുന്ന നീറ്റ് PG എക്സാം ആദ്യം ഷെഡ്യൂൾ ചെയ്തിരുന്നത് മാർച്ചിലേക്കായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നത്. മാർച്ചിൽ നിന്ന് എക്സാം വിത്തൗട്ട് ഒരു നോട്ടീസും ഇല്ലാതെ എക്സാം നടക്കുന്നതിന് ഒരു 20 ദിവസം മുന്നെയാണ് പോസ്റ്റ്പോൺ ചെയ്തിട്ട് ജൂൺ 23 മാറ്റി വെച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച്, മെയ്, ജൂൺ 2-2.5 മാസം ഒറ്റയടിക്ക് മുന്നോട്ട് മാറ്റി വെച്ചു. പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങ് മാറ്റി വെച്ചു എക്സാം. അപ്പോൾ ഇത് അത് ഞാനൊരു ന്യായീകരണത്തിനുള്ള സാധനമായിട്ട് പറയല്ല. അതുപോലെ തന്നെ എക്സാമുകൾ ക്യാൻസൽ ആക്കലും എക്സാമുകൾ മുന്നോട്ട് മാറ്റി വയ്ക്കലും പുറകോട്ട്, ഇപ്പോൾ അടുത്ത കൊല്ലം നടക്കുന്ന പറഞ്ഞ പരീക്ഷ പെട്ടെന്ന് ഇപ്പോൾ കൊണ്ടുവന്ന് വെക്കും, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പോൾ എന്ത് വന്നാലും നേരിട്ട് പോലാണ് അതിൻ്റെ ഒരു കാര്യം എന്നുള്ളതാണ്. ഞാൻ ഈ മാർക്ക് കിട്ടിയ ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ലൈഫിൽ അങ്ങോട്ട് തന്നെയാണ്. ഈ കമന്റിൽ പറയുന്നതിനോട് എക്സാക്ട്ലി 100% യോജിച്ചിട്ട് പറയാണ്. അങ്ങനെ തന്നെയാണ് ഇനി ലൈഫിൽ അങ്ങോട്ട് വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു പോകുക എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാനുള്ളത് നോക്കട്ടെ. അടുത്ത ആൾക്കാർക്ക്, റീനീറ്റ് മേ ഹാപ്പൻസ് ഓൺലി ഇൻ ഗുജറാത്ത് ആൻഡ് ബീഹാർ, നോട്ട് അറ്റ് ഓൾ ഇന്ത്യ. ഡെഫിനറ്റ്ലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഇനി ഇതിനകത്ത് നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ പറഞ്ഞുതരാം. അതായത് അവർ നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയത് കൺഫൈൻഡ് ആയിട്ടാണോ, കുറച്ച് ഒരു 10 ആൾക്ക് മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 10 ആളെ ഡീബാർ ചെയ്തു, പ്രശ്നങ്ങൾ മൊത്തം സോൾവ് ആയി, ഒരു കുഴപ്പമില്ല. ഇനി ഒരു സ്റ്റേറ്റ് മൊത്തം അത് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൽ മാത്രം നടത്തിയാൽ മതിയാവും, കുഴപ്പമുണ്ടാവില്ല. ഇന്ത്യ മൊത്തം അത് പറന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് എത്ര ആളിലേക്ക് പോയി എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഓൾ ഇന്ത്യ നടത്തേണ്ട ആവശ്യമുള്ളൂ. അതല്ലാതെ ഓൾ ഇന്ത്യ റീനീറ്റ് നടത്തണം എന്നുള്ള ആവശ്യമുള്ള ഒരാളല്ല ഞാൻ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആർക്കും അങ്ങനെ ആവശ്യമില്ല. റീനീറ്റ് നടത്തരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഉള്ളത്. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് ഫാക്ച്വലി സ്പീക്കിംഗ്, ഞാനിത് എൻ്റെ ഒരു ആവശ്യമായിട്ടോ അല്ലെങ്കിൽ ബാക്കി കുട്ടികളെ താല്പര്യം സംരക്ഷിക്കുന്നതിനായിട്ടോ ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നിട്ടോ പറയുന്ന കാര്യമല്ല. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് നോട്ട് നീഡഡ്. ഇഫ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് അല്ലെങ്കിൽ നോട്ട് നീഡഡ് ആണ്. ഇനി ലീക്കിന്റെ വ്യാപ്തി അനുസരിച്ചിട്ടാണ് ഡിസിഷൻ വരിക. ഡിസിഷൻ എടുക്കേണ്ട കോടതി ഞാനല്ല എന്നുള്ള കാര്യം കൂടിയാണ്. മേ ബി ഇത് ഗുജറാത്തിലും ബീഹാറിലും മാത്രം ആണെങ്കിൽ അവിടെ മാത്രം നടക്കും. ഇനി കുറച്ച് കുട്ടികൾ മാത്രം, ഒരു 5-10 കുട്ടികൾ ഇൻവോൾവ് ചെയ്താലാണ് അവരെ ഡീബാർ ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും അതിന്റെ ഡിസിഷൻ. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ് തിങ്. സോ അടുത്തത്, നെഗറ്റീവ് കമന്റ്സ് എന്തിനാണ് സാർ, എന്തിനാണ് നെഗറ്റീവ് കമന്റ്സ് എന്ന് ചോദിക്കുന്നത്? ഞാനാണോ? അല്ല. എന്താണോ നിങ്ങൾ ചെയ്യുന്ന കഷ്ടം, കുട്ടികളെ മെന്റലി ഡിപ്രസ് ആക്കുമല്ലേ നിങ്ങൾ? കുട്ടികളെ മെന്റലി ഡിപ്രസ് ആക്കല്ല. ബേസിക്കലി അത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു തോന്നലാണ്. ബേസിക്കലി കുട്ടികൾ കുറെ ആളുകൾ പാനിക്കാണ്. എക്സാം എന്താവും, എങ്ങനെയാണ് പോവുക എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് തോന്നുന്നുണ്ടാവുക. എക്സാം യൂഷ്വലി ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ, റീനീറ്റ് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 650 മാർക്ക് കിട്ടിയ കുട്ടി അല്ലെങ്കിൽ 640 മാർക്ക് കിട്ടിയ കുട്ടീൻ്റെ ഒരു മെന്റാലിറ്റി ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ, ആ കുട്ടി അടുത്ത നീറ്റ് 2025 പഠിക്കണോ അതോ നീറ്റ് 2024 നടക്കാൻ സാധ്യതയുള്ള റീനീറ്റിന് വേണ്ടി പഠിക്കണോ എന്നുള്ള കാര്യത്തിൽ കുട്ടി വല്ലാത്ത കൺഫ്യൂസ്ഡ് ആണ്. അതിന് അഡ്മിഷൻ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അവർക്ക് അറിയില്ലാത്തൊരു കണ്ടീഷൻ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി അവരോട് പറയാനുള്ള കാര്യം, ഇനി റീനീറ്റ് ആണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി റീനീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. എന്തിനാണെങ്കിലും കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം തന്നെയാണ്. റീനീറ്റ് ആണെങ്കിൽ പാനിക് ആവരുത് എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ പറയുള്ളൂ. മെന്റലി ഡിപ്രസിങ് അങ്ങനത്തെ ഒരു സാധനമല്ല.
ഡോണ്ട് ക്രിയേറ്റ് എക്സ്ട്രാ പാനിക്സ്. കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് പോകാന്നുള്ളതാണ്. ആൻഡ് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, ഏത് എക്സാം ആണെങ്കിലും, നീറ്റ് എക്സാം ആണെങ്കിലും റീനീറ്റ് എക്സാം ആണെങ്കിലും വാട്ട് എവർ ദ എക്സാം, ഇതുപോലത്തെ മെന്റൽ സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പറയാനുള്ളൊരു കാര്യം. സോ എന്തായാലും താങ്ക്സ് ഫോർ കമന്റിങ്, നിങ്ങളോടൊക്കെ പറയാനുള്ളത് താങ്ക്സ് ഫോർ കമന്റിങ്. പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലത്തെ ഒരു സാധനമല്ല. ഇത് വളരെ മെന്റൽ സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളതാണ് സാധനം. ഒരു ഡോക്ടർ അല്ലേ മക്കളെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കല്ലേ സാർ, ടെൻഷൻ അടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അവരോട് പറയാനുള്ള കാര്യം, റീനീറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 30-35 ദിവസങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കിത് മുഴുവൻ സാധനങ്ങളും പഠിച്ചെടുത്ത് എക്സാമിന് വേണ്ടി പോകാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമാണ്. ഇത്രേ ഉള്ളൂ. നമ്മളെല്ലാം പഠിച്ചാണ് എനിക്ക് ഉറപ്പായിട്ടും പറയാനുള്ള കാര്യം, ഒരു 650 മേളിൽ 660 മേളിലേക്കൊക്കെ സ്കോർ ചെയ്ത കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ മസ്റ്റ് ബി നോയിങ് എവറിത്തിങ്, എല്ലാ സാധനങ്ങളും അറിയുന്നുണ്ടാവും. സിസ്റ്റമാറ്റിക് ആയിട്ട് പാനിക് ആവാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്താൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പോലും വളരെ കൂളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. പിന്നീട് നോക്കുകയാണെങ്കിൽ അടുത്ത സാധനം, നിങ്ങൾ എന്തായി പറയുന്നത്, അപ്പൊ കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങിയവർ എന്ത് ചെയ്യും? ഇത് നമ്മളെ കഷ്ടപ്പാടിന് ഒരു വിലയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ്. വേറെ നമുക്കെന്താ വെച്ചാൽ നമ്മൾ ആ ഒരു സാഹചര്യത്തിനെ ഫേസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങിയവർക്ക് ഇനിയിപ്പോൾ ചിലപ്പോൾ നമുക്കറിയില്ലല്ലോ എന്താ വിധി വരിക, എന്താ സാധനങ്ങൾ വരിക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോൾ പറയാനുള്ള കാര്യം, ഡോണ്ട് ബി പാനിക്, മൂവ് ഓൺ, മുന്നോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പ്ലാൻ ചെയ്യുക, കുറച്ചുകൂടി വിഷനറിയിൽ ചിന്തിക്കുക എന്നുള്ളതാണ് കാര്യം. കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങിയവർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ദേ ക്യാൻ ഈസിലി ഡു ദാറ്റ് തിങ്. പക്ഷെ ഒന്നുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് വില്ലിങ് ആവണം എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങിയ ആൾക്കാർ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് MBBS എന്ന് പറഞ്ഞ കോഴ്സിനാണ്. അവിടെ പോയാലും പഠിക്കുക തന്നെയല്ലേ ചെയ്യേണ്ടത്. ഈ പഠിക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിന് ഒരു ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇനി ഇരിക്കാൻ വയ്യ എന്നുള്ള ഒരാൾക്കാർ മെഡിക്കൽ കോളേജിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അവരും ബുദ്ധിമുട്ടാനുള്ള സാധ്യത തന്നെയാണ്. അപ്പോൾ ഇനിയും പഠിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു പ്രാവശ്യം കൂടി വേണ്ടിയെന്നാൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി പഠിക്കും, 10 പ്രാവശ്യം കൂടി വേണ്ടിയെന്നാൽ ഞാൻ 10 പ്രാവശ്യം കൂടി പഠിക്കും. അങ്ങനത്തെ ഒരു ഒരു പോസിറ്റീവ് ന്യൂട്രൽ ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകൾക്ക് നല്ലതായിരിക്കും ഈ കോഴ്സ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പ്ലീസ് ഡോണ്ട് പാനിക് ദ സ്റ്റുഡന്റ്, ഇറ്റ് ഈസ് എ ഹംബിൾ റിക്വസ്റ്റ്. വീണ്ടും അതേ സാധനം തന്നെയാണ്. അതായത് എനിക്കറിയില്ല, ഈ പീപ്പിൾ ആർ മിസ്റീഡിങ്, മേ ബി നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന എൻ്റെ ലാംഗ്വേജിന്റെ പ്രശ്നമായിരിക്കാം. എനിക്ക് പറയാനുള്ള കാര്യത്രേ ഉള്ളൂ, ഇറ്റ് ഈസ് നോട്ട് എ ടൈം ടു പാനിക്. ഇഫ് സംതിങ് ബാഡ്ലി ഹാപ്പൻ, സംതിങ് നമ്മൾ ആഗ്രഹിക്കാത്ത ഹാപ്പൻ ചെയ്യുകയാണെങ്കിലും അവിടെ എന്തില്ല, ദർ ഈസ് നോ കൺഫ്യൂഷൻസ്, നോ അതർ പ്രോബ്ലംസ് എന്നുള്ളതാണ് പറയാനുള്ളൊരു കാര്യമുള്ളത്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എന്താ പറയുക, അതൊരു നീണ്ട മെസ്സേജ് ആണല്ലോ. എനിക്കൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ഈ ഒരു വർഷം സെൽഫ് സ്റ്റഡിയാണ് ചെയ്തത്, വിത്തൗട്ട് എനി കോച്ചിങ് നല്ലൊരു സ്കോർ വാങ്ങിയതാണ്. ഒരു കോച്ചിങ് പോലും നല്ല സ്കോർ വാങ്ങിയ ആളാണ്. പ്രിപ്പയർഡ് യൂസിങ് യൂട്യൂബ് ക്ലാസ്സസ് ആണ്. പേഴ്സണലി ഞാൻ സ്ട്രാറ്റജീസ് ആൻഡ് ഗൈഡൻസിന് വേണ്ടി ഡോപ്പയുടെ യൂട്യൂബ് ക്ലാസ്സസ് കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി ആഷിഖ് സാറിൻ്റെ ഓൾമോസ്റ്റ് ഈച്ച് ആൻഡ് എവറി വീഡിയോസ് കണ്ടിട്ടുണ്ട്. റിക്വസ്റ്റ്, ഞങ്ങൾ ഡോപ്പേൻ്റെ സ്റ്റുഡൻസിന് റീനീറ്റ് ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ഒന്നിച്ച് തന്നെ ഞങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസിനെയും പരിഗണിക്കണം ഡെഫിനറ്റ്ലി. അത് ബേസിക്കലി എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി മെച്ചുവർ ആയിട്ടുള്ള ഒരു പ്രതികരണം പോലെയാണ്. അതും ഭയങ്കര കൺഗ്രാജുലേഷൻസ് ഉണ്ട് കേട്ടോ. കാരണം വിത്തൗട്ട് കോച്ചിങ് നല്ലൊരു സ്കോർ യൂട്യൂബ് വെച്ചിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നതിൽ സാധനമുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വാട്ട് എവർ ദ റിയാക്ഷൻസ്, എന്ത് സാധനങ്ങളോ എന്ത് സംഗതികളാണെങ്കിലും എന്താണോ സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിലുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അത് വേറൊരു ഉദ്ദേശത്തിനോ എന്താ പറയുക എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് പീപ്പിൾ ആർ തിങ്കിങ്. ഞാൻ പറഞ്ഞില്ലേ, ഡോപ്പയിൽ നമ്മൾ 1000 സ്റ്റുഡൻസ് ആണ് നമ്മുടെ അടുത്ത് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളത്. അതിനകത്ത് 120 സ്റ്റുഡൻസിൻ്റെ അടുത്ത് റിസൾട്ട് ഉണ്ട്. അത് ഫുള്ളിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഫോട്ടോ സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റിസൾട്ടിൻ്റെ സാധനങ്ങൾ 658ൻ്റെ മുകളിലേക്ക് മാർക്കുള്ള കുട്ടികളുടെ എണ്ണ പറയുന്നത്. കാറ്റഗറി ഉള്ള ആൾക്കാരുണ്ട്, ബാക്കി ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ കൂട്ടി കഴിഞ്ഞാൽ അതിൻ്റെ മേളിലേക്ക് സാധനങ്ങൾ പോകാറുണ്ട്. അപ്പോൾ നമുക്കൊരു 12% മുകളിൽ സക്സസ് റേറ്റ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സാധനങ്ങൾ ജെനുവിൻലി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സാധനം. നമ്മുടെ ഒരു ക്വാളിഫിക്കേഷനും നമ്മുടെ ഒരു ക്രെഡിബിലിറ്റിയും സാധനങ്ങളും അതൊക്കെയാണ്. നമ്മൾ അൺസ്ക്രീൻഡ് ആയിട്ടുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ ഡോപ്പിൽ പഠിച്ച കുട്ടികളോട് ചോദിച്ചാൽ മതി, കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം മെനക്കെടുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് അക്കാഡമിക്സിൽ എത്രത്തോളം ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ചോദിച്ചാൽ മതി. അത് ഞാൻ അങ്ങനെ പറയുള്ളൂ, വേറെ ഒന്നും പറയില്ല. ഡോപ്പിൽ പഠിച്ച 1 ഇയറൊക്കെ നമ്മുടെ റെസിഡൻഷ്യൽ സിസ്റ്റത്തിലൊക്കെ ഫുള്ളി നിന്ന് നമ്മളെ ഫോളോ ചെയ്തൊരു കുട്ടീനോട് ചോദിക്കുക, ഹൗ മച്ച് ഡോപ്പ ഈസ് ഡൂയിങ് വർക്ക് ഫോർ ദം എന്നുള്ളൊരു കാര്യം ചോദിക്കുക. അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു രൂപത്തിൽ തന്നെ അവർക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു സാമ്പിൾ സാധനങ്ങൾ നമ്മൾ യൂട്യൂബിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ മേജർ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് റീനീറ്റ് പോലത്തെ ഒരു സാധനം വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സാധനം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ യൂട്യൂബിലേക്ക് അവൈലബിൾ ആക്കാം, നോ പ്രോബ്ലം. ബിക്കോസ് വി ഹാവ് ടു, നമുക്ക് അത്രേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് വേറെ ഒരു ഭയങ്കര എയിമൊന്നുമില്ല. ആൻഡ് ഈ വർഷം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം 1000 കുട്ടികളായിരുന്നു. ഈ വർഷം 1300 1400 കുട്ടികളെ ഡോപ്പയിൽ അഡ്മിഷൻ വേണ്ടു. അതിൽ കൂടുതൽ അഡ്മിഷൻസ് വേണ്ട. നമ്മുടെ അഡ്മിഷൻസ് ഇപ്പോൾ ഇങ്ങനെ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എന്നൊക്കെയുള്ള രൂപത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 20,000 10,000 35,000 കുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബട്ട് നമ്മൾ ചെയ്യുന്നത് 1000 1500, ഇത്തവണ 1500 കുട്ടികൾ, പരമാവധി 1400 സംതിങ് കുട്ടികൾക്കുള്ള കപ്പാസിറ്റി ഡോപ്പയിലുള്ളൂ.
റെസിഡൻഷ്യൽ സിസ്റ്റത്തിലൊക്കെ. പിന്നെ ഓൺലൈനിലാണ് ഫെസിലിറ്റി ഉള്ളൂ. ഓഫ്ലൈനും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പോലും 1,800 വീട്ടിൽ പോയി വരുന്ന കുട്ടികളെ കൂട്ടിയാൽ 1,800 ഒക്കെ എത്തുള്ളൂ. നമുക്കൊരു 1,500ന്റെ അടുത്തേക്ക് കുട്ടികൾ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ ആ അഡ്മിഷൻസ് ഓൾറെഡി ഫില്ലായി കഴിയുകയും ചെയ്തിട്ടുണ്ട്. സോ അതിന് വേറൊരു സാധനങ്ങളൊന്നും വെക്കണ്ട. വിൽ ബി ഡെലിവറിങ് യു. നിങ്ങളുടെ അടുത്ത് പ്രോമിസ് തരാനുള്ള കാര്യം, നിങ്ങളെപ്പോലെ വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കൃത്യമായിട്ട് കണ്ടന്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഡെലിവറി ചെയ്ത് തരുന്നുണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഇതാ പറഞ്ഞതിന്റെ ബാക്കിയാണ്. മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് അനാവശ്യമായ പ്രതീക്ഷ നൽകി അവരിൽ നിന്ന് ഫീസ് വാങ്ങി അവസാനം അവരെ തോൽവിയിലേക്ക് തള്ളിവിടുന്ന കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് കഷ്ടപ്പെട്ട് നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളുടെ വേദന കാണാതെ റീനീറ്റിന് വേണ്ടി കേസ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത്. 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ അവസാനത്ത് നിന്ന് തിരിച്ചു പറയാം. അതായത് ഈ കേരളത്തിൽ നിന്നോ എനിക്കറിയില്ല, കേരളത്തിൽ നിന്ന് ആരും റീനീറ്റിന് വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ നമ്മൾ കേസ് കൊടുത്തിട്ടുള്ള ആക്ഷൻ കൗൺസിലിന്റെ അംഗമാണ് ഞാൻ. അതിനെ കുറച്ച് മുന്നോട്ട് നിന്ന് ലീഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് താങ്ക്ഫുൾ ഫോർ ദാറ്റ്. എല്ലാവരും ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തു. എനിക്ക് പറയാനുള്ളത്, സ്പെഷ്യലി പേരെടുത്ത് പറയാനുള്ളത്, റൈസ് ഐക്കണിൽ നിന്ന് അഫ്സൽ സാർ വന്നിരുന്നു, ജിബിൻ സാർ JPC ജിബിൻ സാറ്, പാലാപ്പള്ളിയിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ് വന്നിരുന്നു, ജസ്റ്റിസ് സാർ അതിൻ്റെ ഭാഗമാണ്. പിന്നെ ബാക്കി ചെറുതും വലുതായിട്ടുള്ള ഒരുപാട്, മുക്കം ടാർഗറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹാർവസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സൽ കോട്ടക്കൽ നിന്ന് AF സാറ് ഫവാസ് സാറിനെ പറഞ്ഞയച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പേരെടുത്ത് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എല്ലാവരും കൂടി നിന്നിട്ടാണ് ചെയ്തത്. നമ്മൾ കേസ് കൊടുത്തത് റീനീറ്റ് നടക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ പറയുന്നത് ഗ്രേസ് മാർക്ക് ഒഴിവാക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഉണ്ടെങ്കിൽ അതിനെ അന്വേഷിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കേസ് കൊടുത്ത് ബാക്കി കുട്ടികളെ, പിന്നെ കുട്ടികൾക്ക് അനാവശ്യമായ പ്രതീക്ഷ കൊടുത്തു എന്ന് പറയുന്ന സാധനം. അനാവശ്യമായ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. ആവശ്യമായ പ്രതീക്ഷയും അനാവശ്യമായ പ്രതീക്ഷ എന്താണെന്നുള്ള കാര്യം. വൃത്തിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ കഴിവുള്ള തയ്യാറുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു സാധനമാണ് നീറ്റ്. അത് അനാവശ്യമാണോ ആവശ്യമാണോ എന്ന് എനിക്കറിയില്ല. കിട്ടുന്ന ഒരു സാധനമാണ് നീറ്റ് എന്ന് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ റെഗുലർ സിസ്റ്റമാറ്റിക്കലി പഠിക്കാനുള്ള വില്ലിങ്നെസ് വേണം. അറിയില്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ചില കുട്ടികൾക്ക് 1/2 + 1/3 കണക്കൂട്ടാൻ അറിയില്ലാവില്ല. അത് മുതൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വില്ലിങ്നെസ് വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊരു ട്രാക്ക് ഉണ്ടാവണം, നല്ലൊരു മെന്റർ ഉണ്ടാവണം, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണെന്നുള്ള. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ കോപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഡ്രോപ്പ് വേണ്ടില്ല എന്നുള്ളൊരു കാര്യം ആദ്യമേ പറഞ്ഞുതരാം. ഞാൻ കുറച്ചു നേരം മുന്നേ പറഞ്ഞിരുന്നല്ലോ. സോ വേറെ ആൾക്കാരായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. സോ ജസ്റ്റ് ലീവിങ് ദാറ്റ് തിങ്. ആൻഡ് ഇവിടെ നിന്ന് ആരും എന്ത് ചെയ്തിട്ടില്ല, റീനീറ്റ് നടത്താൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കുകയോ റീനീറ്റിന് വേണ്ടി മുന്നോട്ട് പോയിട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കറക്റ്റായിട്ട് പറയാം. സോ വൈ ഷുഡ് സംവൺ ഹൂ സ്കോർഡ് 660 മാർക്സ് ഫിയർ ആൻ എക്സാം? അതാണ് വേറൊരു കാര്യം. ഇത് ഡെഫിനറ്റ്ലി എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത് ഈ എക്സാമിന് ഇത്ര മാർക്ക് കിട്ടാത്ത ഒരാളാണ് എക്സാം എഴുതിയിരുന്നില്ല. കാരണം 660 ഉള്ള ഒരാൾക്ക് എപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞാലും റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നില്ലേ? മണ്ടത്തര, കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ജസ്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിക്കൽ മാത്രമല്ല നീറ്റ്. അത് നിങ്ങൾക്ക് ശരിക്കും അതിനെ പറ്റിയിട്ട് അറിയില്ലാത്തതുകൊണ്ടാണ് ഈ കമന്റ് വരുന്നത്. ഈ നീറ്റിൽ പിന്നെ അടുത്ത കൊല്ലം പഠിക്കാനിരിക്കുന്ന ആൾക്കാരോ റീനീറ്റ് പഠിക്കാനിരിക്കുന്ന ആൾക്കാരോ അവരുടെ പേരൻസോ ഒക്കെ ഇത് കാണുന്നുണ്ടാവുമല്ലോ. എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു തൂണ് മാത്രമാണ്. അതായത് ഫിസിക്സ് ഒരു തൂണ്, കെമിസ്ട്രി ഒരു തൂണ്, ബയോളജി ഒരു തൂണ് എന്നല്ല. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കുക എന്നുള്ളത് ഒരൊറ്റ തൂണ് മാത്രമാണ്. പിന്നെ വലിയൊരു തൂണുണ്ട്, ഒരു നെടുംതൂണുണ്ട്. അത് പ്രാക്ടീസ് എന്നാണ്. എന്തിനൊക്കെ പ്രാക്ടീസ്? ക്വസ്റ്റ്യൻ ചെയ്തിട്ടും പ്രാക്ടീസ്, എക്സാം എഴുതിയിട്ടും പ്രാക്ടീസ്. പിന്നെ പ്രാക്ടീസ് ചെയ്ത് അതിന്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും സ്ട്രെങ്ത് ഉണ്ടാവുക. ആ സമയത്താണ് നമുക്ക് ആ ഒരു തൂണ് സ്ട്രോങ് ഉണ്ടാവുക. പിന്നെ നമ്മുടെ മെന്റാലിറ്റി, നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം, നമ്മൾ താമസിക്കുന്ന എൻവയോൺമെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആസ്പിരൻസിന്റെ നടുവിൽ അവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന എൻവയോൺമെന്റ്, ഇങ്ങനെ പല ഫാക്ടേഴ്സ് കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് ഈ റിസൾട്ട് എന്ന് പറഞ്ഞ സാധനം കിട്ടുക. 720 കിട്ടുന്ന ആൾക്കാരാണെങ്കിലും 660+ കിട്ടിയ എല്ലാവരാണെങ്കിലും ഇതുപോലത്തെ പല ഫാക്ടറുകൾ കൊണ്ടാണ് വന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ ഇപ്പോഴുള്ള സാധനം എന്താ വെച്ചാൽ, അവർ പഠിച്ച ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ പ്രാക്ടീസിൽ നിന്ന് 2 മാസമായിട്ട് അവർ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ അവരുടെ സപ്പോർട്ട്, ഈ ആസ്പിരൻസിന്റെ കൂടെ ജീവിച്ചിട്ടുള്ള ഒരു സാധനത്തിന് അവർ വിട്ടുപോയിട്ടുണ്ട്. അവർ ട്രെയിനിങ്, എക്സാം ഒക്കെ എഴുതിയുള്ള ട്രെയിനിങ്ങിന് അവർ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതൊന്നും ഇല്ലാതെ കിട്ടില്ല എന്നുള്ള കാര്യം അറിയുന്നത് ആകെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ എന്തുള്ളൂ. ഇതൊന്നും ഇല്ലാതെ റിസൾട്ട് കിട്ടില്ല എന്നുള്ളൊരു കാര്യം ആകെ അറിയുന്നത് ഈ കിട്ടിയ ആൾക്കാർക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് അവർക്കൊരു ഫിയർ വരുന്നത്. അത് ഭയങ്കര നാച്ചുറൽ ആണ്. ആൻഡ് അങ്ങനത്തെ കുട്ടികളോട്, 660+ കുട്ടികളോട് പറയണമെന്ന് വെച്ചാൽ, നമുക്കൊരു 35 ദിവസം നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. സോ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ള കാര്യം. നോ റീനീറ്റ്. ബേസിക്കലി ഇത് ആരാ പറയുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ പഠിച്ച് കഷ്ടപ്പെട്ട് മേടിച്ച ആൾക്കാർ. അയാളുടെ പേടി ഞാൻ പറഞ്ഞില്ലേ, അയാളുടെ പേടി എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലെവൽ പ്രാക്ടീസ് വേണ്ട സാധനമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ മാർക്ക് കിട്ടിയ കുട്ടിക്ക് എന്തിനാണ് പേടി, അല്ലെങ്കിൽ ഇപ്പം എന്തിനാണ് പേടി എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് അറിയില്ലാത്തൊരു കാര്യം. അത് ശരിക്കും മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് അറിയാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ട്. ആൻഡ് ഐ പ്രേ, എൻ്റെ പ്രെയർ, ദർ ഷുഡ് നോട്ട് ബി റീനീറ്റ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രെയർ. പക്ഷേ വ്യാപകമായിട്ട് ഇത് പോയിട്ടുണ്ടെങ്കിൽ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി പോയിട്ടുണ്ട്, അത് എക്സാമിൻ്റെ റിസൾട്ടിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ റീനീറ്റ് മാത്രമേ പോസിബിലിറ്റി ആവുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അത് നമുക്കൊരു 10-35 ദിവസം കൊണ്ട് റിവൈസ് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുന്നുള്ള കോൺഫിഡൻസിൽ വേണം നിങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. വേറൊരു സാധനത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണ്ട. നമുക്ക് ഓൾറെഡി ഡോപ്പയിൽ നമ്മൾ T&D ബാച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ച് എന്ന് പറഞ്ഞ സാധനം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റിപ്പീറ്റേഴ്സിന് എക്സ്ക്ലൂസീവ്ലി റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത സാധനങ്ങളാണ്. ടെസ്റ്റ് നടത്തുക, ഡിസ്കഷൻ വെച്ച് മുന്നോട്ട് പോവുക. ഒരു റിവിഷൻ ആവുന്ന സമയത്ത് തന്നെ ഒരു 2-3 റൗണ്ട് തീർക്കുക. റിവിഷനിൽ ഒരു 10-15 റൗണ്ടുകൾ തീർക്കുക. അങ്ങനത്തെ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു സാധനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആ പ്ലാനിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. അതിന്റെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷന്റെ ഇനീഷ്യൽ 1 മന്ത് അല്ലെങ്കിൽ ഒരു 40 ദിവസത്തെ പ്ലാനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റീനീറ്റിന്റെ പോസിബിലിറ്റിയും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ ടോപ്പിക് സാധനങ്ങൾ കവർ ചെയ്യുന്ന രൂപത്തിലേക്കായിരിക്കും സാധനങ്ങൾ വെച്ചിരുന്നുണ്ടാവുക. ജസ്റ്റ് ആ ഒരു പാർട്ട് ഡോപ്പയിലുള്ള എല്ലാ കുട്ടികൾക്കും ഫുൾ ഫ്രീ തന്നെയായിരിക്കും. അതിന്റെ ഒരു പാർട്ട് യൂട്യൂബിൽ ബാക്കി ആൾക്കാർക്കും ഫ്രീ തന്നെയായിരിക്കും. സോ എല്ലാവർക്കും വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. ഒന്നുമില്ല, സപ്പോസ് ഇഫ് ദർ ഈസ് എ പോസിബിലിറ്റി, വി ആർ റെഡി ടു അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് വി ആർ റെഡി ടു ഫൈറ്റ്. ആൻഡ് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ, ഞാൻ ബാക്കി നിങ്ങളെ വേറെ ആരെയും കൺസിഡർ ചെയ്തില്ലെങ്കിലും ഡോപ്പയിലുള്ള കുട്ടികൾ ഒരു കാരണവശാലും പുറകിലായി പോവാതെ നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് ഇത് കാണുന്ന എൻ്റെ ഡോപ്പയിലുള്ള മക്കളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഡോണ്ട് വെറി അറ്റ് ഓൾ, യു ഡോണ്ട് ഹൗ ടു വെറി അറ്റ് ഓൾ. വി ഹാവ് എ ഡോപ്പ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വി ഹാവ് ആൻ എക്സ്ക്ലൂസീവ് പ്ലാൻ, വി ഹാവ് ആൻ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്കറിയാം, ഐ ഡോണ്ട് ഹൗ ടു ടെൽ യു, യു നോ ഹൗ മച്ച് വി പ്ലാൻ ഫോർ യു, റൈറ്റ്? അപ്പോൾ ആ സാധനം നിങ്ങൾ നോക്കിയാൽ മതി. ആൻഡ് ഇഫ് യു ആർ ബിലീവിങ് ഇൻ ദാറ്റ്, സ്റ്റേ സ്ട്രോങ്, അടിപൊളിയായിട്ട് നിൽക്ക്. ഈ ആഴ്ചയിൽ, അടുത്ത ആഴ്ചയിൽ സുപ്രീം കോടതിയിൽ നിന്ന് എന്ത് വിധി വന്നു കഴിഞ്ഞാലും അത് ഡോപ്പയിലെ റിസൾട്ടിനെയോ ഡോപ്പയിലെ കുട്ടികളെയോ ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇഫ് ഇറ്റ് ഈസ് റീനീറ്റ്, വി വിൽ റൈറ്റ് ദ റീനീറ്റ് എക്സാമിനേഷൻ. ഇഫ് ഇറ്റ് ഈസ് നോ റീനീറ്റ്, നമുക്ക് കിട്ടിയ റിസൾട്ട്, ഞാൻ പറഞ്ഞില്ലേ 1000 നിന്ന് 120 കുട്ടികളുടെ മേളിൽ കയറിയിട്ടുണ്ട്. ഈ റിസൾട്ട് നമ്മൾ സോ ഹാപ്പിയാണ്. ആ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. റീനീറ്റ് ആണെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഇതിനേക്കാൾ അടിപൊളി സാധനങ്ങൾ, 711 മാർക്ക് മേടിച്ച നമ്മൾ 720 മാർക്ക് റീനീറ്റിൽ സ്കോർ ചെയ്യും. സോ റെഡി, നിങ്ങൾ റെഡി അല്ലേ? കാണാം. സോ എന്തായാലും നല്ല എൻഗേജ്മെന്റ് ഉള്ള വീഡിയോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്ന വീഡിയോ. ലൈക്ക് ഇറ്റ് വെരി മച്ച്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനിയും താഴേക്ക് കമന്റ് ചെയ്യട്ടെ. എന്തായിരുന്നാലും കുഴപ്പമില്ല. ബട്ട് നമുക്ക് പറയാനുള്ള കാര്യം, വി വിൽ ബി സ്റ്റാൻഡിങ് വിത്ത് ദ ഫാക്ട് ഓൺലി. നിങ്ങളെ അനാവശ്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനോ അനാവശ്യമായിട്ട് പ്രതീക്ഷ തരാനോ അല്ലെങ്കിൽ നിങ്ങളെ പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കാനോ നമുക്കൊരു ഉദ്ദേശമില്ല. നീറ്റിന്റെ കാര്യത്തിലുള്ള ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഡയറക്ട്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ മീഡിയംസ് വഴി പുറത്തേക്ക് വിടുന്നുണ്ടാവും. സോ സി യു ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.